പാചകലോകത്തേക്കുള്ള രണ്ടാം ചുവടുവെപ്പിൻ്റെ അധികാരം അത് ഓംലെറ്റിനല്ലേ. പിന്നെ ഈ കോഴിമുട്ട വെജാണോ നോൺ വെജാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടക്കണ്ടല്ലോ. അതുകൊണ്ട് കണ്ണും പൂട്ടി ഈ ഡിഷ് ഒരു വെജാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്താ നോൺ വെജാ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ശരിക്കും ഒരു നോൺ വെജ് ആണെങ്കിൽ വെജിറ്റേറിയൻസിൻ്റെ കൂടെ കൂട്ടിയത് വല്ല വർഗീയലയ്ക്കും വഴിതെളിക്കും ആവോ? ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റേ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴേ നളപാചകമാണ് എൻ്റെ ഉദ്ദേശമെങ്കിലും അറ്റ്ലീസ്റ്റ് ദമയന്തി കുക്ക് ചെയ്യണ പോലെയെങ്കിലും കുക്ക് ചെയ്യണ്ടേ. ചട്ടകം എടുക്കാണ്ടേ ചട്ടി കൊണ്ട് തന്നെ മറിച്ചിടുന്നൊരു പരിപാടിയില്ലേ, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പാചക പാടവം അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ലാത്തതുകൊണ്ട് തൽക്കാലം റിസ്ക് എടുക്കണില്ല. മറിച്ചിട്ടപ്പോൾ മഞ്ഞക്കൊരു പൊട്ടിയ സ്ഥിതിക്ക് ഇത് മുട്ടയുടെ പ്രതിഷേധം തന്നെ. ഗൂഗിൾ ചേച്ചിയുടെ കാര്യം ഇന്ന് തീരുമാനമായി. മുട്ട വെജാണോ നോൺ വെജാണോ? നാളെ കാണാം. ടാറ്റാ.